ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നേക്ക് നമ്മുടെ കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ. നമ്മുടെ പാപ്പിക്കുട്ടികൾ അവിടെ ഇരുന്ന് ചോറ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എനിക്ക് ചായ വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ വിറക് അവിടെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. ആ വിറകൊക്കെ എടുത്ത് വൃത്തിയാക്കി അടിച്ച് തുടച്ച് ഒക്കെ ചെയ്താൽ നമുക്ക് ഓല അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ഈ ഓലയൊക്കെ കെട്ടിയെടുത്ത് വയ്ക്കാനുണ്ട്. മഴ എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകണം. ഇന്ന് രാവിലെ എല്ലാവരും എണീക്കുമ്പോൾ വൈകിട്ടുണ്ടായിരുന്നു. അതിന് കാരണം പാപ്പി ഇന്നലെ ഉറങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയി. പിന്നെ ഇവിടെ ഉറങ്ങാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഉറക്കം ശരിയാവാതെ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാപ്പി ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കിടക്കണ്ട. ഞാൻ പാത്രം കഴുകട്ടെ അങ്ങോട്ടേക്ക് പോയതായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് അമ്മ എന്നൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അമ്മ വിളിക്കുമ്പോൾ അപ്പം തന്നെ എത്തിയില്ലെങ്കിൽ പിന്നെ അത് മതി പിണങ്ങാൻ കാരണം. അപ്പോൾ ആ പാത്രത്തിന് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പോയി നമ്മുടെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ സുന്ദരിക്കുട്ടി എണീറ്റ ഒരു 1-1.5 മണിക്കൂർ ഇവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ രാവിലെ തന്നെ ഇത് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്കും ഒരു സമാധാനമാണ്, അവൾക്കും ഒരു സമാധാനവും ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്ത് പെട്ടെന്ന് മാറ്റം കിട്ടിയില്ലെങ്കിലും പയ്യെ ആണെങ്കിൽ അത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളുടെ ഓരോ പ്രവൃത്തികളിലും സംസാരത്തിലും അല്ലെങ്കിൽ ഓരോ ചെയ്യണതിലും ചെറുതായിട്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് പുറത്ത് എങ്ങനെ ചെയ്യണോ, ഇപ്പോൾ ആരാണെങ്കിലും ചോദിക്കണ ഒരു ക്വസ്റ്റ്യനാണ്, പാപ്പി നടന്നോ? നമ്മുടെ നാട്ടിൽ തന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കും, എങ്ങനെയുണ്ട് പാപ്പി, സുഖമായിരിക്കണോ? ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെയുണ്ട്? നടക്കാൻ തുടങ്ങിയാ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. പക്ഷേ ഒരുപാട് കുറവുകളുള്ള ഒരാളാണ് നമ്മുടെ പാപ്പി എല്ലാ കാര്യത്തിലും തന്നെ. അതിനൊക്കെ പതുക്കെ അത് കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയ പ്രശ്നങ്ങളായതുകൊണ്ട് പതുക്കെ തന്നെ മാറി വരുള്ളൂ. അത് അവർക്കറിയില്ല. അവർ നടക്കണോ ഓടണോ എന്നൊക്കെയോ ചോദിക്കുള്ളൂ. ഒന്നുമില്ലാതിരുന്ന ഒരാൾ ഇത്രയ്ക്കും ഡെവലപ്പിംഗ് ആവണം തന്നെ നമുക്ക് ദൈവത്തിനൊരു ദൈവത്തിന് തുല്യമായ ഡോക്ടറിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും ആയത്. ഒന്നും അറിയാതെ ഇങ്ങനെ ഇരുന്നൊരു പാപ്പി ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറയണതും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനൊക്കെ തുടങ്ങണം തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ നമുക്ക് പാപ്പി ഒന്ന് തനിയെ ഇരുന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ആദ്യം താഴെയൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട. എന്നെക്കൊണ്ട് പറ്റുന്നതിലും പരമാവധി ഞാൻ എൻ്റെ ആരോഗ്യം നോക്കാതെ ആണെങ്കിലും അവൾക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്തു കൊടുക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കുറേ ആൾക്കാർ ചിന്തിക്കും, അയ്യോ ഇങ്ങനത്തെ എന്തിനാ ജന്മങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെടാനാണോ എന്ന് വിചാരിക്കും. നമ്മളിതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അവളുടെ കളിയിലും ചിരിയിലും അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൾ വേഗം നേരെയാവണം, സുഖമാവണം എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുക എന്ന് പറയാൻ പറ്റില്ല. ഈ 10-11 വർഷം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല എന്നാണ് തോന്നണത്. അത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ അമ്മമാരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദൈവം ഓരോരോ വിളിയായി കേട്ടുകൊണ്ടിരുന്നിട്ട് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റ് ചുന്ദരിക്കുട്ടിനെ പല്ലൊക്കെ തേപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചായ കൊടുത്ത ശേഷം കല്ലെണ്ണയൊക്കെ തേച്ച് നല്ലോണം മസാജൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുത്തും. 1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഇരുത്തും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുത്തും. നേരത്തെ ആണെങ്കിൽ ഈ കാലിങ്ങനെ വെടിവിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഇപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്നെ തല്ലാനൊക്കെ വരും. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാവിലെ തന്നെ ഉറങ്ങി എണീറ്റതും ചെയ്തു കൊടുക്കണത് നല്ലതെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടക്കണ ഈ നരമ്പുകളൊക്കെ ഒന്ന് പറന്ന് വരാനോ നല്ലൊരു സാധ്യതയായിരിക്കും. ഞാൻ എപ്പോഴും ഉറങ്ങി എണീറ്റതും എപ്പോഴും ചെയ്തു കൊടുക്കണ കാര്യങ്ങളൊക്കെയാണത്. കഴുത്തിലും അതേപോലെ തന്നെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണത് കൊണ്ട് ഞാൻ ബനിയനെ അഴിക്കാതെ തന്നെയാണ് അങ്ങനെ എണ്ണ തേച്ച് കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ ബനിയനെല്ലാം അഴിച്ചിട്ടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാപ്പിനെ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം രാവിലേക്ക് കഴിക്കാൻ വേണമല്ലോ.
അപ്പോൾ പുട്ടുണ്ടാക്കുക, അതാകുമ്പോൾ വേഗം ആകുമല്ലോ. ഒരു 2 പുട്ടുണ്ടാക്കിയാൽ എനിക്കും പാപ്പിക്കും രോഷിക്കും മതിയല്ലോ എന്നുള്ളൊരു ഇതിൽ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചോറൊക്കെ വയ്ക്കാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇനി ഉച്ചക്കലേക്ക് ചോറാവാം, രാവിലേക്ക് പുട്ടും ആവാമെന്ന് വിചാരിച്ചു. പിന്നെ തേങ്ങയൊക്കെ ഇപ്പോൾ പൊതിക്കാൻ കിട്ടേണ്ടത്, നമ്മൾ കമ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് തേങ്ങ പൊതിക്കണത്. അപ്പോൾ അത് ആയപ്പോൾ വേഗത്തിൽ തന്നെ തേങ്ങ പൊതിക്കാൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് കഷ്ടം തോന്നാറില്ല. നേരത്തേക്കാണെങ്കിൽ നമ്മളുടെ ആ കൊടുവാളിലൊക്കെ തേങ്ങ പൊതിക്കുമ്പോൾ അയ്യോ തേങ്ങ പൊതിക്കണ്ടേ, അപ്പോൾ ഇന്ന് പുട്ട് വേണ്ട എന്ന് വേണ്ട അങ്ങനെയൊക്കെ തീരുമാനിക്കും. അപ്പോൾ ഇപ്പോൾ പിന്നെ തേങ്ങ പൊതിക്കാൻ സൂപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ രോഷി ഇതാ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഞാൻ തേങ്ങ ചിരവി തരാമെന്നൊക്കെ പറഞ്ഞു. ഇന്ന് രോഷി ഇവിടെ അടിക്കലും തുടക്കലൊക്കെ രോഷിയായിരുന്നു എന്നൊക്കെ, അത് വലിയൊരു സഹായമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു പണിയും ചെയ്തു തരില്ല. അപ്പോൾ ഈ എല്ലാ പണിയും കൂടി ചെയ്യുമ്പോഴേക്കും തന്നെ എനിക്ക് മതിയാവും. പിന്നെ അവൾക്ക് പഠിക്കാനും ഉണ്ടല്ലോ, അവൾ 10ാം ക്ലാസ്സല്ലേ. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണു. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കട്ടെ പറഞ്ഞിട്ട് വന്നു. പിന്നെ പുട്ടുണ്ടാക്കണേൽ പാപ്പിക്ക് ഓരോ സമയം കഴിക്കും, ഓരോ സമയം ഇഷ്ടമാവില്ല, വേണ്ടാന്ന് പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാശികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ രോഷിക്ക് പിന്നെ പ്രത്യേകതയുള്ളത് തേങ്ങയിടാതെ പുട്ട് വേണം, അതാണ് അവളുടെ നിർബന്ധം. തേങ്ങയിട്ട് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല, പക്ഷെ തേങ്ങയിടാതെ പുട്ടുണ്ടാക്കാൻ പറ്റില്ല. അത് അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മ എനിക്ക് തേങ്ങ വേണ്ട പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ലെയറായിട്ട് തേങ്ങ ഇടാറില്ല. ആദ്യം ചില്ലിട്ടിട്ട് ഇത്തിരി തേങ്ങയിടും, അത് കഴിഞ്ഞ് പുട്ടുമാവൊക്കെ നിറച്ച ശേഷം മേൽഭാഗത്തും കുറച്ച് തേങ്ങ വയ്ക്കും. അത്രമാത്രമേ ചെയ്യുള്ളൂ. തേങ്ങ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുള്ളൂ. പിന്നെ തേങ്ങ ഇവിടെ നിന്ന് കിട്ടുക പറയാൻ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓരോരോ തേങ്ങ വീഴും, അതാണ് കിട്ടുന്നത്. അതും വെച്ചിട്ട് നമ്മളങ്ങനെ പോവും. പിന്നെ പാലക്കാടാണ് തേങ്ങ ഉള്ളത്, അവിടെ നിന്ന് തൂക്കിയിട്ട് വരാനൊക്കെ പറ്റാത്തത് കൊണ്ട് 3-4 തേങ്ങ അല്ലെങ്കിൽ ഒരു 5 തേങ്ങയൊക്കെ കൊണ്ടുവരും. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബാക്കിലുള്ള തെങ്ങിൽ നിന്ന് 1-2 ഇങ്ങനെ വീണ് കിട്ടുമ്പോൾ അതുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ചേച്ചി കൊണ്ട് തരാറുണ്ട് തേങ്ങ, നമ്മുടെ പാപ്പിയെ കാണാൻ വരുന്ന സമയത്ത് തേങ്ങയൊക്കെ കൊണ്ട് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് തേങ്ങ പിന്നെ കറിയിലൊന്നും അധികം ഉപയോഗിക്കില്ല. തേങ്ങയില്ലാത്ത കറിയെ അധികവും നമ്മൾ വയ്ക്കുള്ളൂ. അപ്പോൾ 2 പുട്ടൊക്കെ ഉണ്ടാക്കി ഇതാ ആയിട്ടുണ്ട്. അപ്പോൾ 2 പുട്ടിന് മാവ് കഴിച്ചപ്പോൾ പിന്നെ ഒരു പുട്ട് കൂടി കിട്ടി. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് വയ്ക്കണം, എന്തെങ്കിലും കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി തട്ടിക്കൂട്ടി വയ്ക്കണം. അപ്പോൾ അച്ഛൻ എവിടെ ചോദിക്കും. അച്ഛൻ പാലക്കാടാണ്, വന്നിട്ടില്ല, വന്നിട്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും പാപ്പിയും രോഷിയും മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോകും. നമ്മുടെ പാപ്പി അവിടെ അച്ഛൻ്റെ വർത്തമാനം പറഞ്ഞപ്പോൾ പാപ്പി അവിടെ നിന്ന് അച്ഛാന്നൊക്കെ വിളിക്കേണ്ട ആൾ. അപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റതാണെങ്കിൽ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പാപ്പി എണീക്കുക. ഇതിപ്പോൾ പാപ്പി എണീക്കലും ഞങ്ങൾ എണീക്കലൊക്കെ ഒപ്പമായിട്ട് എല്ലാ പണിയും കൂടി ഒരുമിച്ചായി. പിന്നെ കിട്ടിയ സമയത്ത് അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി വെച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ച് അവിടെയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ബാത്റൂമൊക്കെ കഴുകി അങ്ങനത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണ്ട് അലക്കാൻ. ഇനി ഇത് കഴിച്ചിട്ട് തന്നെ തുണിയൊക്കെ അലക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ കൂടി എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. സമയം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിതാ ഞങ്ങൾ പുട്ട് എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് രോഷിയും പാപ്പിയും ഞാനും കൂടി കഴിക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഓരോ സമയം നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേഗം കൊടുത്തും വേഗം കഴിക്കും. വിശപ്പില്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കും പോലെ കൊടുത്ത് വയറ് നിറപ്പിക്കണം, അതാണൊരു പ്രത്യേകതയുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ കൊടുത്തപ്പോൾ ആൾ വേഗം കാണിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിച്ചു ഞാൻ തേങ്ങ ചട്നിയൊക്കെ അരച്ചപ്പോൾ. പിന്നെ കൊടുക്കാൻ പോയപ്പോൾ ആൾക്ക് വേണ്ട, കഴിക്കാൻ കൂട്ടാക്കണില്ല, എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഞാനത് നിർബന്ധിച്ച് കുറച്ചൊക്കെ കൊടുത്തു. തേങ്ങ ചട്നി കുറച്ച് അരച്ചുള്ളൂ. നമ്മൾ പുട്ടിന് ചെരുവിയപ്പോൾ കുറച്ച് തേങ്ങ ബാക്കി വന്നു. എന്തായാലും ഇനിയിപ്പോൾ ഇത് വേസ്റ്റ് ആക്കണ്ട എന്നുള്ളൊരിതിൽ അതിനെ ചട്നി അരച്ചു. അല്ലെങ്കിൽ പപ്പടമോ അങ്ങനെ എന്തെങ്കിലും, ഒന്നുമില്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ടാണെങ്കിലും കഴിക്കും. പിന്നെ കറി തന്നെ വേണമെന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പാപ്പിൻ്റെ പിറന്നാളൊക്കെ വരാറായി. മെയ് 22-നാണ് ബർത്ത്ഡേ. അത് നമ്മൾ ബുധനാഴ്ചയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാവരും വരണം. ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയ രീതിക്ക് തന്നെയാണ് ഒരു കേക്ക് മുറിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് നമുക്ക് പിരിയാം. വരാൻ പറ്റുന്നവരെല്ലാവരും വരിക, മാക്സിമം വരാൻ നോക്കുക. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും നിർബന്ധിക്കാൻ പറ്റില്ല. ഒരുപാട് ദൂരത്തൊക്കെ ആയിരിക്കും
ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും. അപ്പോൾ വരാൻ പറ്റുന്നവർ എന്തായാലും വരാൻ നോക്കുക. അപ്പോൾ പാപ്പിക്ക് ഞാൻ വാരി കൊടുത്തിട്ട് കഴിക്കാതിരുന്നപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ പുട്ടൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അതെടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ ക്ലാപ്പൊക്കെ അടിച്ച് പാപ്പി എന്തോ വലിയ കാര്യം ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ക്ലാപ്പ് അടിച്ച ആൾക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെയെങ്കിൽ 2 വഴി പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ പാപ്പിക്കുട്ടി വീശിക്കളി തുടങ്ങി. ഞാൻ പോയി ചോറ് തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ടു. നമ്മുടെ രോഷി പാപ്പിക്ക് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഐസ് കട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. തണുത്ത കാറ്റ് പാപ്പിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട്. അത് എത്രത്തോളം ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ചെറുതായിട്ടൊരു കൂളിങ്ങൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ തുണി അലക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട്. രോഷി അവിടെ ഐസ് കട്ട തപ്പിക്കൊണ്ടിരിക്കണം, എവിടെയെങ്കിലുമൊക്കെ കിടക്കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ് കട്ട വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെടുക്കുകയാണ്. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ട്, അത് അലക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ചോറാകുമ്പോഴേക്ക് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം. അങ്ങനെ കുറച്ച് പണികൾ മാത്രമേ ഇനിയുള്ളൂ. എന്തായാലും നമുക്ക് രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവുന്നവരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ഉണ്ടാവും. ആ പണിയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മറക്കാൻ നല്ലൊരു കാര്യമാണ്. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചിന്തകളൊക്കെ വരുന്നത്. പിന്നെ പാപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തന്നെ നമുക്ക് നല്ലൊരു സമയം വേണം. പിന്നെ അവളുടെ എക്സസൈസ് കാര്യങ്ങൾ, അവളുടെ ഭക്ഷണം, അങ്ങനെയായിട്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും പോണതറിയാത്തൊരു ഇതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.